ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ വന്നത്. അതായത് നമ്മൾ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിൻ്റെയും പേപ്പർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഈ പേപ്പർ കിട്ടിയ സമയത്ത് പല ആൾക്കാർക്കും, ഒരു ഭൂരിപക്ഷ ആൾക്കാർക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. മാർക്ക് കുറയാനുള്ള കാരണം വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മളെ പാറ്റേൺ മാറിയിട്ടുണ്ട് അല്ലെ? നമ്മളെ എക്സാമിന്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നിങ്ങൾ പോട്ടെ, നിങ്ങളുടെ ടീച്ചേഴ്സിന് വരെ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്താണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ നമ്മൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ് പോയി നമ്മളെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. പല ആൾക്കാരും മാർക്ക് കുറഞ്ഞത് ആലോചിച്ചിട്ട് എന്തായിരിക്കും സങ്കടപ്പെടുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഈ മാർക്ക് കുറഞ്ഞ ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മാർക്ക് കുറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കുക, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിയണം. ഇനി അടുത്തത് ഒരു ക്രിസ്മസ് പരീക്ഷ വരാൻ പോവാണ്. ഈ ക്രിസ്മസ് പരീക്ഷയിൽ ഓണപ്പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വന്നത് അതിനേക്കാൾ കുറച്ചുകൂടി ടഫ് ആവാനുള്ള സാധ്യത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തള്ളിക്കളയാൻ പറ്റൂല. ടഫ് ആവാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. നമ്മൾ ആ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത പോരാ. കൂടുതൽ ക്വസ്റ്റ്യൻസ്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് വരികൾ വായിക്കാതെ വരികൾക്കിടയിലൂടെ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസറിലേക്ക് എത്താൻ പറ്റണം. എന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം എന്തിനായിരിക്കും ഈ ഒരു പാറ്റേൺ, പുതിയൊരു പാറ്റേൺ കൊണ്ടുവന്നത്? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയട്ടെ. നമ്മളെ കേരളത്തിലുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം വരെ എങ്ങനെയാണെന്നറിയോ, മുമ്പത്തെ വർഷത്തെ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ A+ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. ഇനി അങ്ങനൊരു സംഭവം വേണ്ട. ജസ്റ്റ് ഒരു മാരത്തോൺ മാത്രം കണ്ടിട്ട് കുട്ടികൾ A+ മേടിക്കേണ്ട. കുട്ടികൾ പഠിച്ച് തന്നെ A+ മേടിക്കട്ടെ എന്നുള്ള വലിയൊരു തീരുമാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ JEE NEET പോലത്തെ എൻട്രൻസ് എക്സാമുകൾ നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടികൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം മുതലേ കുട്ടികൾ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലും സിലബസിലും ഒക്കെ എന്തുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം വരുന്ന സമയത്ത് ഓണപ്പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക് എക്സാമിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാധിക്കും. എങ്ങനെയുള്ള കുട്ടികൾക്ക് എന്നറിയോ, ഓണപ്പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ട് അത് തിരിച്ചറിയാതെ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ജസ്റ്റ് മാരത്തോൺ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് A+ കിട്ടുമെന്ന് ഭയങ്കര ആത്മവിശ്വാസത്തിലിരിക്കുന്ന കുട്ടികൾക്ക് പബ്ലിക് എക്സാമിൽ എന്ത് ചെയ്യും, മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പബ്ലിക് എക്സാമിൽ മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്താ ഞാനത് പറയാനുള്ള കാരണം, നമ്മളിങ്ങനെ തന്നെ എന്ത് ചെയ്യാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ലാസ്റ്റ് ആ മാരത്തോൺ മാത്രം കണ്ടിട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി, ഞങ്ങൾക്ക് A+ കിട്ടുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് വെറുതെയാണ്. ഇനി അങ്ങനെ കിട്ടൂല. നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൽ ഫെയിൽ ആവാൻ വരെ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്തണം. അതിന് പ്രിപ്പറേഷൻ നടത്താൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തയ്യാറാണ്. ഇത് വെറുതെ ഒരു വീഡിയോയിൽ വന്നിട്ട് എന്തോ 2 വാക്ക് സംസാരിക്കല്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലെ ഏത് ചാപ്റ്ററിലെ ഏത് കണ്ടന്റ് വേണമെങ്കിലും, അത് ലൈവായിട്ടോ കണ്ടന്റ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റേസ് ടീം ഇവിടെ എന്താണ് സെറ്റായിട്ട് നിൽക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് കൂടുതലായിട്ട് നിങ്ങളിപ്പോൾ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്, ആ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്ത് കമൻറ്റ് ചെയ്യുക. ടോപ്പിക് വൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും, ചെയ്തു തരും. നിങ്ങളെ A+ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളെ കൂടി ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനം എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാ ആൾക്കാർക്കും എന്താണോ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗങ്ങൾ ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ലൈവിലും കണ്ടന്റ് വീഡിയോയിലും അതുപോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം. ബൈ.